ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. നമസ്കാരം. എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധി നിറഞ്ഞ തിരുവോണ ആശംസകൾ. മനുഷ്യരെല്ലാരും ഒന്നെന്ന മഹത്തായ ആപ്തവാക്യം യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ് തിരുവോണം. മാവേലി നാടെന്ന വലിയ കിനാവിന്റെ നിറസമൃദ്ധിയുമായി വിരുന്നെത്തിയിട്ടുള്ള തിരുവോണ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ഓണവും കഴിഞ്ഞുപോയ ഒരു സുവർണ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. മൺമറഞ്ഞ നാട്ടുനന്മകളെയും മനുഷ്യ സ്നേഹത്തെയും കുറിച്ചുള്ള നിറമുള്ള ഓർമ്മകളാണ് ഓണം നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ആഘോഷങ്ങളുണ്ടെങ്കിലും ഓണം കുറെ കൂടി വ്യത്യസ്തവും അർത്ഥപൂർണമാകുന്നതും അതിന്റെ ഉള്ളടക്കം കൊണ്ടാണ്. ലോകത്തിനു മുന്നിൽ കേരളം സമർപ്പിക്കുന്ന സമത്വ സന്ദേശമാണ് ഓണാഘോഷത്തെ ഈടുറ്റതാക്കുന്നത്. കേരളീയരുടെ ദേശീയോത്സവമായ ഓണം ആഘോഷം എന്നതിൽ ഉപരി സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമാണ്. സമത്വാധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥതയുടെ അതിസുന്ദരമായ ഭാവന വിടർന്നു വിലസുന്ന ഒരു സംസ്കാരത്തിന്റെ ചിരസ്മരണയാണ് ഓണം. ജാതിമത വർഗ ചിന്തകളും ഉച്ചനീചത്വങ്ങളുമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ. കള്ളവും ചതിയുമില്ലാത്ത സുവർണകാലം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹാസന്ദേശമാണ് ഓണം മാനവരാശിക്ക് സമ്മാനിക്കുന്നത്. ഓണത്തിന്റെ സവിശേഷതയും ഈ മഹത് സന്ദേശമാണ്. മറ്റു ഉത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ഉത്സാഹത്തോടെ വരവേൽക്കുന്ന ആഘോഷമാണ് ഓണം. ഒരു നവോന്മേഷത്തിന്റെ സ്വാഗതോത്സവ ദിനമായാണ് കേരളീയർ ഓണത്തെ വരവേൽക്കുന്നത്. പ്രകൃതിയുടെ പുഞ്ചിരികളായ പുതുപ്പൂക്കൾ വിടരുന്ന പൊന്നോണപ്പുലരി ഓരോ മലയാളികളുടെയും മനസ്സിലെ എക്കാലത്തെയും മായാത്ത കാഴ്ചയാണ്. പ്രകൃതിയുടെയും പൂക്കളുടെയും വിളവെടുപ്പിന്റെയും ഉത്സവം കൂടിയായ ഓണം സത്യത്തിന്റെയും നന്മയുടെയും ത്യാഗത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ് മാനവകുലത്തിന് നൽകുന്നത്. കാർഷികോത്സവമായും വസന്തോത്സവമായും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഓണം ഭാരതത്തിലെ മറ്റുത്സവങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നതും ഇതിനാലാണ്. പോയ കാലത്തിന്റെ സമൃദ്ധിയും സമത്വവും വീണ്ടെടുക്കുവാനുള്ള ശ്രമവും പ്രേരണയും കൂടിയാകണം അതിനാൽ ഓരോ ഓണവും ആഘോഷങ്ങളും. അസത്യത്തിലും അസമാധാനത്തിലും ആക്രമണത്തിലും പെട്ട് അന്ധകാരത്തിൽ കഴിയുന്ന ആധുനിക കാലഘട്ടത്തിലെ ഓരോ മലയാളിയെയും നന്മയുടെ വെളിച്ചം പകർന്നും കരുണയുടെ കരങ്ങൾ നീട്ടിയും നേർവഴിയിലേക്ക് നടത്താൻ സമഭാവനയുടെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നിറക്കാഴ്ചയായി എത്തിയ പൊന്നോണത്തെ നമുക്ക് ഹൃദയത്തിലേറ്റുവാങ്ങാം. ഓണനിലാവ് കണ്ട്, ഓണവെയിൽ കൊണ്ട്, ഓണക്കോടിയൊടുത്ത്, ഓണസദ്യയുണ്ട്. അങ്ങനെ ഓണത്തിന്റെ സമ്പൂർണ്ണ ആഹ്ലാദം നമുക്ക് മനസ്സിൽ നിറയ്ക്കാം. അകമലരിതളാൽ പൂക്കളമിട്ട് കരുണയുടെ ഹൃദയമാകുന്ന തൂശനിലയിൽ സ്നേഹത്തിന്റെ പായസം വിളമ്പി ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രത്യാശയുടെയും ഓണം കൊണ്ടാടാം. അതിനായി വർണ്ണപ്പൂക്കളമിട്ട തിരുമുറ്റത്തേക്ക് മാനവസ്നേഹത്തിന്റെ മഹാപ്രഭുവിനെ നമുക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി വരവേൽക്കാം. ഓണസദ്യയില്ലാതെ ഓണാഘോഷമില്ല. വിഭവങ്ങളാൽ സമ്പന്നമായ ഓണസദ്യ കുടുംബത്തോടൊത്ത് ഉണ്ണുന്നതാണ് ഏതൊരു മലയാളിയുടെയും ഹൃദ്യമായ ആഘോഷം. കേരളത്തിന്റെ തനത് രുചിക്കൂട്ടുകളുടെ കലവറയായ ഓണസദ്യ ലോകത്തിൽ തന്നെ ഏറ്റവും വിഭവസമൃദ്ധമായ സസ്യഭക്ഷണങ്ങളിലൊന്നാണ്. നാവിൻ തുമ്പിൽ നിന്ന് വിട്ടുമാറാത്ത വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണാൻ ആഗ്രഹിക്കാത്ത മലയാളി ഉണ്ടാകില്ല. കുത്തരിച്ചോറിൽ നെയ്യും പരിപ്പുമൊഴിച്ച് ഉണ്ടുതുടങ്ങുന്ന സദ്യ അവസാനിക്കുക ഇഞ്ചിക്കറിയും മോരും രസവുമൊക്കെ കഴിക്കുന്നതോടെയായിരിക്കും. ഓണസദ്യ വിളമ്പേണ്ടത് തൂശനിലയിൽ ആകണമെന്നും ഓരോ വിഭവങ്ങളും അതിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ക്രമമായി വിളമ്പണമെന്നും നിർബന്ധമുണ്ട്. പാരമ്പര്യ രീതിയനുസരിച്ച് നിലത്ത് ഇലയിട്ട് ചമ്രം പടിഞ്ഞിരുന്നാണ് സദ്യ കഴിക്കേണ്ടത്. സദ്യയിൽ ഇഞ്ചിക്കറി നിർബന്ധമായും വേണം. 101 കറികൾക്ക് തുല്യമായ ഇഞ്ചിക്കറി ദഹനത്തെ എളുപ്പമാക്കും എന്നതുകൊണ്ടാണ് ഇത്. വടുകപ്പുളി, നാരങ്ങക്കറി, ഇഞ്ചിപ്പുളി, സാമ്പാർ, തോരൻ, ഓലൻ, അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി കൂടാതെ ചെറുപഴവും
ശർക്കര വരട്ടിയതും വറുത്തുപ്പേരികളും പപ്പടവും ഓണവിഭവങ്ങൾ ഇലയിൽ നിറയുമ്പോഴേക്കും ഓരോരുത്തരുടെയും നാവിൽ കൊതിയുടെ കപ്പൽ ഓടിത്തുടങ്ങും. പരിപ്പും നെയ്യും ചേർത്ത ചോറിൽ പപ്പടം പൊടിച്ചാണ് ആദ്യം ഉണ്ണേണ്ടത്. ഓരോ ഉരുളയോടൊപ്പവും ലവണരസപ്രധാനമായ ഉപ്പിലിട്ടതാകാം. പിത്തരസപ്രധാനമായ പയർ വറുത്തതും കടുരസപ്രധാനമായ അച്ചാറുകളും കഷായരസപ്രധാനമായ പാവയ്ക്കയും എന്ന ക്രമത്തിൽ സദ്യ ഉണ്ണണമെന്നാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഇതിനുശേഷം 6 രസമുള്ള അവിയലും കൂടെ തോരനും എരിശ്ശേരിയും കഴിക്കാം. ഇനി ഏതെങ്കിലും രസം കൂടുതലുണ്ടെങ്കിൽ രസം സമപ്പെടുത്താനായി കഴിക്കേണ്ടത് ഒരു രസവുമില്ലാത്ത ഓലനാണ്. ഇടയ്ക്ക് കൊറിക്കാനുള്ളത് ചേർത്തതിനു ശേഷം രസം ചേർത്തും ചോറുണ്ണാം. ഇനി പായസത്തിനു ശേഷം പാളയംകൊടൻ പഴം കഴിച്ച് തീരുന്നതോടെ ഓണസദ്യ ഉണ്ടതിന്റെ സംതൃപ്തിയിലായിരിക്കും മലയാളികൾ. പോഷകമൂല്യത്താലും അടിസ്ഥാന രുചികളുടെ പൂർണ്ണ സങ്കലനങ്ങൾ കൊണ്ടും സവിശേഷമാർന്നതാണ് നമ്മുടെ ഓണസദ്യ. ആയുർവേദ വിധിപ്രകാരം എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നിങ്ങനെയുള്ള 6 രസങ്ങളും സമ്മേളിക്കുന്ന ഓണസദ്യ മലയാളിക്ക് സമ്മാനിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന സമീകൃത ആഹാരമാണ്. ഓണസദ്യയുടെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതാണ് വിവിധ കറികളിൽ അടങ്ങിയ ജീവകങ്ങളും ആന്റി ഓക്സിഡന്റുകളും ഫൈബറുമെല്ലാം. സദ്യയുടെ കാലറി മൂല്യം 1500-ലധികം വരുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അതായത് സാധാരണ ജോലി ചെയ്യുന്ന ഒരാളിന് ഓണസദ്യ ഉണ്ടുകഴിഞ്ഞാൽ അന്നു വേറെ ഭക്ഷണം വേണ്ട എന്നർത്ഥം. ഷഡ്രസപ്രധാനമായ ഓണസദ്യ വിധിപ്രകാരം കഴിച്ചാൽ ലഭിക്കുന്ന സംതൃപ്തി മറ്റെന്തിൽ നിന്ന് ലഭിക്കില്ലെന്ന് ഓരോ കേരളീയനും അറിയാം. ഓണസദ്യയ്ക്കായി മലയാളികളുടെ നാവും മനസ്സും വീണ്ടും വീണ്ടും കൊതിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മുണ്ടില്ലാതെ മലയാളിക്ക് ഓണമില്ല. മുണ്ടും ഓണവും തമ്മിലുള്ള ബന്ധം മാവേലിയും ഓണവും പോലെ ഇഴപിരിക്കാനാവാത്തതാണ്. മുണ്ടുടുത്തുള്ള ഓണമാണ് ഓണം. ജീൻസും ടീഷർട്ടും ധരിച്ചുള്ള ഓണാഘോഷം ഹലുവയും മത്തിക്കറിയും പോലെ ഒരു യോജിപ്പില്ല. എന്നും പാൻസ് ഇടുന്നവരായാലും ഓണത്തിന് മുണ്ടുടുക്കും. ഓണത്തിന്റെ ഗൃഹാതുരത പങ്കുവെക്കുന്നതിൽ മുണ്ടിന്റെ പുതുമണത്തിനും ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. ക്യാമ്പസുകളിൽ പോലും ഓണനാളുകളിൽ മുണ്ടാണ് താരം. ഡബിൾ മുണ്ടുകളോടാണ് പ്രിയം കൂടുതൽ. കസവുകര, വർണ്ണക്കര, ഈർക്കിൽക്കര തുടങ്ങി മുണ്ടിലെ വൈവിധ്യങ്ങൾ ഏറെയാണ്. ഇപ്പോൾ കളർമുണ്ടാണ് ക്യാമ്പസുകൾക്ക് പ്രിയം. മുണ്ടുടുക്കുന്നതിനും ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ഉടുക്കുന്നവനെ തറയും തറവാടിയും ആക്കുന്നത്. ദേവാസുരത്തിലെ നീലകണ്ഠൻ ഇടങ്കാൽ പൊക്കി മുണ്ടുടുക്കുന്ന ആ ഓർമ്മ മതി മുണ്ടിന്റെ തലയെടുപ്പറിയാൻ. ദേഷ്യം വരുമ്പോൾ മടക്കിക്കുത്തിയും മൂത്തവരെ കാണുമ്പോൾ മടക്കിക്കുത്ത് അഴിച്ചിട്ടും തുമ്പ് പിടിച്ചു നടന്ന് അല്പം ലാളിത്യത്തോടെയും അങ്ങനെ മുണ്ടിന്റെ ഭാവങ്ങൾ നിരവധിയാണ്. ബാറുള്ള നാളുകളിൽ ഓണക്കാലത്ത് മുണ്ട് നെഞ്ചിലുടുത്തവരും തലയിൽ കെട്ടിയവരും നിരവധിയായിരുന്നു. പുതിയ തലമുറയ്ക്ക് മുണ്ടിനോട് അത്ര പ്രിയമില്ല. എന്നിരുന്നാലും ഓണത്തിന് മുണ്ടുടുത്തില്ലെങ്കിൽ എന്തോണം. മുണ്ടുടുക്കാൻ അറിയാത്തവർക്ക് ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്താൽ ഉടുക്കാൻ പഠിക്കാം. ലാലേട്ടൻ പറഞ്ഞതുപോലെ മുണ്ടില്ലാതെ എന്തോണം. പായസമില്ലാത്ത ഓണം നമുക്ക് സങ്കല്പിക്കാനാകുമോ? എന്നാൽ പായസത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? പറയാം. പായസത്തിനുമുണ്ട് ഒരു ചരിത്രം. മാതാവായി കാണുന്ന വേദകാലഘട്ടത്തിലാണ് പായസം ജനിച്ചതെന്നും വാദമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പായസം ഉണ്ടാക്കിയിരുന്നതായി തെളിവുകളുമുണ്ട്. ക്ഷീരം എന്ന വാക്കിൽ നിന്നാണ് ഖീർ എന്ന ഹിന്ദി പേര് പായസത്തിന് ലഭിച്ചത്. പാകിസ്ഥാനിൽ ഖീർ എന്ന് തന്നെയാണ് പായസത്തിന് പേര്. ബംഗാളിലും ബംഗ്ലാദേശിലും പായസം പായോഷ് ആണ്. AD 1222 കന്നഡ ഭാഷയിൽ എഴുതിയ താളിയോലകളിൽ വെർമിസില്ലി ഉപയോഗിച്ച് പാകം ചെയ്ത സർവ്വലിംഗീയ പായസം കഴിച്ചതായി പരാമർശമുണ്ട്. 12ാം നൂറ്റാണ്ടിൽ എഴുതിയ മാനസോല്ലാസത്തിൽ പായസത്തെക്കുറിച്ചും ചില പുസ്തകങ്ങളിൽ
സാബൂനരിയുടെ പായസത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. പഞ്ചസാര പ്രചരിക്കുന്നതിന് മുൻപ് ശർക്കരയാണ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ഗുജറാത്തിലും ഒഡീഷയിലും ബീഹാറിലുമൊക്കെ പശുവിൻ പാലിൽ പായസം ഉണ്ടാക്കുമ്പോൾ നാളികേരപ്പാലിലുള്ള പായസം കേരളത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. ശ്രീരാമ ഭഗവാന്റെ ജനനവും പായസവുമായി ബന്ധമുണ്ടെന്ന് രാമായണത്തിൽ പറയുന്നു. മക്കളില്ലാതിരുന്ന അയോധ്യയിലെ ദശരഥ മഹാരാജാവ് സരയൂ നദീതീരത്ത് പുത്രകാമേഷ്ടി യോഗം നടത്തി. യോഗത്തിനൊടുവിൽ അഗ്നിയിൽ നിന്ന് ദിവ്യ പായസവുമായി ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ട് പായസം പാത്രത്തോടെ പ്രസാദമായി ദശരഥ മഹാരാജാവിന് നൽകി. മഹാരാജാവ് പത്നിമാരായ കൈകേയിക്കും കൗസല്യയ്ക്കും ഒരു പങ്കും സുമിത്രയ്ക്ക് ഒരു പങ്കിനൊപ്പം കൈകേയിയുടെ പായസത്തിന്റെ പകുതിയും നൽകിയെന്നാണ് വിശ്വാസം. 2 പങ്ക് ലഭിച്ച സുമിത്ര ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു. ഇതാണ് ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ജനനവുമായി ബന്ധപ്പെട്ട പായസക്കഥ. കഥയും ചരിത്രവും എന്തുതന്നെയായാലും ഓണവിഭവങ്ങളിലെ ഏറ്റവും പ്രധാന രുചിയായി പായസം നമ്മുടെ രസമുകുളങ്ങളിൽ കുടിയിരിപ്പുണ്ട്. ഓണത്താർ മധ്യ കേരളത്തിന് ഏറെക്കുറെ അപരിചിതമാണ്. ഉത്തര കേരളത്തിലെ ഓണത്തെയ്യമാണ് ഓണത്താർ എന്നറിയപ്പെടുന്നത്. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം. മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവത്തിന് ഓണത്താർ എന്നാണ് പേര്. വണ്ണാൻ സമുദായത്തിലെ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ തെയ്യം കെട്ടുക. കുസൃതിക്കാരനായ ഈ കുട്ടിത്തെയ്യം ഉത്രാടം തിരുവോണം നാളുകളിലാണ് ഭവന സന്ദർശനം നടത്തുന്നത്. മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലത് കൈയിൽ മണിയും ഇടത് കൈയിൽ ഓണവില്ലുമായി വീടുതോറും കൊട്ടിപ്പാടിയാടുന്ന തെയ്യത്തിനൊപ്പം വണ്ണാന്മാർ ചെണ്ട കൊട്ടിപ്പാടുകയും ചെയ്യും. മഹാബലിയുടെ ചരിത്രവും മഹത്വവും വർണ്ണിച്ചാണ് ഓണത്താർ പാടുന്നത്. ഓണത്താർ ആടുന്നതിനും പ്രത്യേക താളമുണ്ട്. നാടാകെ ഓണത്തിന്റെ ആമോദമറിയിച്ചെത്തുന്ന ഓണത്താർ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. എന്നാൽ മലയ സമുദായക്കാർ കെട്ടുന്ന സംസാരിക്കാത്ത തെയ്യമാണ് ഓണേശ്വരൻ അഥവാ ഓണപ്പൊട്ടൻ. ഓണത്താറിനെ പോലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണപ്പൊട്ടൻ വീടുതോറും കയറിയിറങ്ങും. കൈതനാരുകൊണ്ടുള്ള മുടി, മുഖച്ചായം, കിരീടം, കൈവളകൾ, പ്രത്യേക വസ്ത്രം, കുരുത്തോലക്കുട എന്നിവയാണ് ഓണപ്പൊട്ടന്റെ ആടയാഭരണങ്ങൾ. കാൽ നിലത്തുറപ്പിക്കാതെ ഓടുകയും താളം ചവിട്ടുകയും ചെയ്യുന്ന ഓണപ്പൊട്ടന് അരിയും പണവുമാണ് ദക്ഷിണയായി ലഭിക്കുക. ഓണസദ്യയുടെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പപ്പടം. മാള പൂപ്പത്തി പ്രദേശത്ത് ഓണത്തിനായി പപ്പടം ഒരുക്കുന്നവർ ഇത്തവണയും സജീവമായിരുന്നു. ഓണസദ്യയ്ക്ക് ഒഴിവാക്കാനാവാത്ത ഒരിനമാണ് പപ്പടം. ഇത്തവണത്തെ ഓണത്തിന് സകല സാധനങ്ങൾക്കും വില കുതിച്ചുയർന്നപ്പോൾ പപ്പടത്തിന് മാത്രം കുറയുകയായിരുന്നു. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉഴുന്നുപൊടിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വില ഗണ്യമായി കുറഞ്ഞതാണ് ഇത്തവണത്തെ ഓണപ്പപ്പടത്തിന്റെ വില കുറയാൻ ഇടയാക്കിയത്. 1 കിലോഗ്രാം പൊടിക്ക് കഴിഞ്ഞ വർഷം 140 രൂപ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 110 വരെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് കിലോഗ്രാമിന് 190 മുതൽ 200 വരെ ഉണ്ടായിരുന്ന പപ്പടത്തിന് 170 രൂപയായി കുറഞ്ഞിരിക്കുകയാണെന്ന് പൂപ്പത്തിയിലെ പപ്പട നിർമ്മാതാവായ അപ്പുകുട്ടൻ പറയുന്നു. മാള മേഖലയിലെ പ്രധാന പപ്പട നിർമ്മാണ കേന്ദ്രം പൂപ്പത്തിയാണ്. ഇവിടെ ചെറുതും വലുതുമായ നിരവധി പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. വിപണി ഉണർന്നതോടെ പൂപ്പത്തിയിലെ പപ്പട നിർമ്മാണ കേന്ദ്രങ്ങളും സജീവമായിരിക്കുകയാണ്. മാവിന് വില കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 190 രൂപ ആയിരുന്നു, ഈ പ്രാവശ്യം അത് 170 രൂപയ്ക്ക് കുറച്ചിട്ടുണ്ട്.
മാള മേഖലയിൽ 12ഓളം സ്ഥലങ്ങളിലാണ് പപ്പടം നിർമ്മിക്കുന്നത്. ഇതിൽ 9 എണ്ണവും പൂപ്പത്തിയിലാണ്. പൂപ്പത്തിയിൽ പറകുളത്ത് അപ്പുക്കുട്ടൻ മാത്രമാണ് യന്ത്രം ഉപയോഗിച്ച് പപ്പടം നിർമ്മിക്കുന്നത്. വിലയും കാലാവസ്ഥയും അനുകൂലമായതോടെ ഈ ഓണത്തിന് ഉൽപാദനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓണത്തിന് പ്രധാനമായും 3 ഇനം പപ്പടമാണ് നിർമ്മിക്കുന്നത്. ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവ നേരിന്റെ നിനവാണിതോണം. ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം. ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. നന്മ പറ്റാത്ത മനസ്സുകളാക്കി മലയാളികളെ മാറ്റി തീർക്കുന്നതിൽ ഓണോത്സവത്തിന് 1-ാം സ്ഥാനമാണുള്ളത്. മാനവികതയുടെ മഹാമേളയായ ഓണത്തിന്റെ വൈവിധ്യ കാഴ്ചകൾക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്.